CPI ജനറൽ സെക്രട്ടറിയായി D. രാജ തുടരും. രാജയ്ക്ക് മാത്രം പ്രായപരിധിയിൽ ഇളവിന് നിർവാഹക സമിതിയിൽ ധാരണ. തീരുമാനം കേരള ഘടകത്തിന്റെ എതിർപ്പ് മറികടന്ന്. അമർജിത് കൗറിന്റെ പേര് കൂടുതൽ ഘടകങ്ങളും തള്ളി. പുതിയ അംഗങ്ങളെ ഇന്ന് പ്രഖ്യാപിക്കും. ഓപ്പറേഷൻ നുംഖോർ റെയ്ഡ് ഇന്നും തുടരാൻ കസ്റ്റംസ്. ഇതുവരെ പിടിച്ചെടുത്തത് 38 വാഹനങ്ങൾ. ദുൽഖർ സൽമാൻ അടക്കം നോട്ടീസ് അയക്കുന്നതിൽ തീരുമാനമായില്ല. കള്ളപ്പണം വെളുപ്പിക്കലിൽ ECIR രജിസ്റ്റർ ചെയ്യാൻ EDയുടെ തീരുമാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ. മണ്ഡലത്തിലേക്ക് പോയത് KPCC പ്രസിഡന്റുമായി ചർച്ച നടത്തിയ ശേഷം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ സജീവമാകാൻ DCCയുടെയും മുസ്ലിം ലീഗിന്റെയും നിർദ്ദേശം. വലിയക്കരയിലെ ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ ഹൈക്കോടതി തീരുമാനം ഇന്ന്. ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം കളക്ടറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം. കോഴിക്കോട് പന്തീരങ്കാവ് ടോൾ പ്ലാസയിൽ ഒക്ടോബർ ആദ്യവാരം പിരിവ് ആരംഭിക്കും. തൃശൂർ അതിരപ്പള്ളിയിൽ സ്വകാര്യ റിസോർട്ടിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് ടോയ്ലറ്റ് മാലിന്യം ഒഴുക്കുന്നതായി പരാതി. നാട്ടുകാരുടെ പരാതിയിൽ റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ അധികൃതർ. റിസോർട്ട് ഇപ്പോഴും പ്രവർത്തനം തുടരുന്നു. ഏഷ്യാ കപ്പിൽ ഇന്ത്യ ഫൈനലിൽ. ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് 41 റൺസിന്. പാകിസ്ഥാനും ബംഗ്ലാദേശും ഇന്ന് രാത്രി 8 മണിക്ക് ഏറ്റുമുട്ടും.